വണ്ടിയിലോട്ട് ആ വണ്ടി ഒന്ന് തടഞ്ഞു നിർത്തിയാടാ. ഹലോ ഹലോ ഹലോ, എന്താടാ കണ്ണിലെന്താടാ പഴം വെച്ചാണോ ഓടിക്കുന്നത്? എന്ത് കാണത്തില്ല, നീ എന്താ കണ്ണി പഴം വെച്ചാണോ ഓടിക്കുന്നേ? അതോ അടുത്തിരിക്കുന്നതിന്റെ സാമാനം നോക്കി ഓടിക്കുന്നേ? എന്ത് വെച്ചാ ഓടിക്കുന്നേ? എന്ത് ലോഡാവുന്നത്? എന്താടാ കൊണക്കാതെ, നീ കൊണക്കാതെട്ടാ, നീ കൊണക്കാതെ. എന്ത് ലോഡ്? നേരത്തെ ഒന്ന് ഇടിച്ചപ്പോ ഞാൻ പറഞ്ഞേണ് എനിക്ക് ലോഡ് ആവത്തില്ല. ഓ ഇത് 59 എടുത്തരാ, 59 എടുത്തരാ, ലോഡാക്കി തരാ ഞാൻ. നിന്റെ പേരെന്തോ? എടാ ചുക്രുമോനെ നീയാ? എടാ നീ ഇത് ഈ പയ്യനറിയോ? ഗോപി പയ്യനറിയോ? 1 വർഷത്തെ 8 ഗ്യാങ് കയറിയ അവാർഡുള്ള പയ്യനാ. 1 വർഷത്തെ 8 ഗ്യാങ് കയറിയ ഇക്രമോൻ. 1 വർഷത്തെ 8 ഗ്യാങ്ങിനെ കയറിയുള്ള അവാർഡുള്ള പയ്യൻ. ഇപ്പൊ ഇവിടാണോ നക്കി കയറിയത്? ഇപ്പൊ ഇവിടാണോ നക്കുന്നേ? എങ്ങനെയാ ആറേ നക്കുന്നേ? നിന്റെ ചെവിക്കൽ അടിച്ചിരിക്കും കേട്ടോ, നിന്റെ ചെവിക്കൽ അടിച്ചിരിക്കും ഇക്രുവാനെ. എന്താണ് മിണ്ടുന്നില്ല? വായില്ലടാ. എന്താടാ വായു അടുത്തിരിക്കുന്നതിന്റെ പഴം കയറിയാ? എടാ ഇക്രുവാനെ, എടാ വായു അടുത്തിരിക്കുന്നതിന്റെ പഴം കയറിയാ? എന്താ നിനക്ക് റോങ് സൈഡ് ഉണ്ടാക്കാനേ അറിയത്തുള്ളോ? നീ എവിടെ പറഞ്ഞു? നീ എവിടെ പറഞ്ഞേ? എന്നാ പിന്നെ എടാ നീ വരേണ്ട സൈഡിലാണോ നീ വന്നത്? ലെഫ്റ്റ് നിനക്ക് വരേണ്ട സൈഡിലാണോ? ഇപ്പം MRC-ലാണോ? MRC-ല് ഇപ്പം ആരാണ് ലീഡർ? ആരാണ്? നിന്നെ എങ്ങനെയാണ് അവിടെ കേറ്റ്? പിടിച്ചെടുത്ത്. എടാ അതല്ല, ഇവൻ കയറിയ ഗ്യാങ് ഡിസ്പാൻഡിലായി പോയടാ. എടാ പിന്നെ നമ്മളെ ഈയിടയ്ക്ക് ഒരു അവാർഡ്സ് നടത്തുന്നുണ്ട്, എക്സ്ലാൻറ്റിക്സ് അവാർഡ്സ്. നീ പറഞ്ഞു 1 വർഷത്തെ 8 ഗ്യാങ് കയറിയ നിനക്ക് അവിടെ ഉള്ളത്. എന്തൊരു പയ്യനാന്ന് പറയാ. എന്താടാ നീ എന്താന്ന് മിണ്ടാതെ? ലീഡറിനല്ലടാ പറയുന്നത്. എന്താടാ ഇക്രുവേ, ഇത് പഴയ ഇക്രുവല്ലടാ. ഇവിടെ ഓസ്റ്റയുണ്ടല്ലോ. പാവടാ ശേഖരം കിട്ടി വാണു. അണ്ണൂര് ഹെൽമെറ്റ് ഇട്ടോ, വാ ഡ്രസ് ഷോപ്പ് വരെ ഹെൽമെറ്റ് ഇട്ടോ. അല്ല പെട്ടെന്ന് ഹെൽമെറ്റ് ഇട്ടോ, ഡ്രസ് ഷോപ്പിൽ കയറി. അല്ല വേണ്ട ഇനി ഹെൽമെറ്റ് ഇടാൻ പോണ്ട. അമ്മ റെഡി പറഞ്ഞു. കണ്ണാപ്പി നീ ഗ്യാങ് വണ്ടി കയറി പോന്ന കേട്ടോ, നല്ലത് പോനെ. അവന്റെ ഒക്കെ കിഴപ്പ് കണ്ണാപ്പി നീ വണ്ടി കയറിയുടെ ഗ്യാങ്സ് ഗ്യാങ്ങില് വണ്ടി കയറ പൊട്ടാ. ഓ അങ്ങനെ എന്നെ അതിലൊരു വണ്ടി കയറ്റി. അല്ലല്ല ഇപ്പൊ കയറി കഴിഞ്ഞാൽ ചാവും കേട്ടാ. ഇപ്പൊ കയറി അണ്ണും കൺഫോ. ഈ ലെവൽ സെല്ലുണ്ടോ? ഈ ലെവൽ എന്തെങ്കിലും ഉണ്ടോ? എടാ ഇക്രൊന്നും വേണ്ട. മറ്റേ സ്പീഡി ഓടുന്നവൻ അവരാറ്റുണ്ടല്ലോ, സ്പീഡി ഓടുന്ന അവനെടുത്താ മതി. അവളോട്ട് വണ്ടി എടുത്തേക്ക്. അവളോട്ട് എടുത്ത് ബാക്കിലുണ്ടോ? എന്നെ കൂടെ കൊണ്ടുവിടാ. ഡ്രസ് ഷോപ്പ് പോയെ. എന്നെ ഡ്രസ് ഷോപ്പ് ഇറക്കിട്ടോടാ. ഞാൻ ഡ്രസ് മാറട്ടെ.
രാജു എങ്കിൽ രാജു ഞാൻ എടുത്തിട്ട് വരാം വെയിറ്റ് അവനെ എടുക്കണ്ട ഇക്രൂനെ വിടറ അവൻ മിണ്ടൂലടാ അവൻ ആണോ അവൻ ഇതൊക്കെ ആരാ ഇതൊക്കെ കത്തിച്ചൊക്കെ വിട്ടെ രാജുവതി 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 ഓക്കെ ഓക്കെ എടാ ഈ വീടിന്റെ ഫ്രണ്ടിലുള്ള വണ്ടി നമ്മുടെ രായണ ഹലോ രായണ ഹലോ മിണ്ടായിരിക്കോ ഹലോ ഹലോ രണ്ട് റെഡ്കാരിയാണോ അടിച്ചേക്കുന്നത് ഹലോ പറ്റൂല പറ്റൂല ഇവിടെ കൊണ്ടിട് ഇവിടെ കൊണ്ടിട് ഇവിടെ കൊണ്ടിട് ഇവിടെ കൊണ്ടിട് ഇവിടെ EMS ഉണ്ട് അത് നിങ്ങൾ അലക്കാണ്ടിരിക്കും ഇവിടെ കുറച്ചേരത്തേക്ക് ആള് കോലീഡറാന്ന് അറിഞ്ഞില്ല കേട്ടോ വലിച്ചൂരിയാട്ടാ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ മറ്റേ അപരാധി കിട്ടാൻ എന്തിനും വഴിയുണ്ടോ ആ സ്പീഡോന്ന് പറഞ്ഞേ അവനെ കിട്ടാൻ എന്തിനും വഴിയുണ്ടോ ഞാൻ പറഞ്ഞു ഇതെന്തിനാ ഇപ്പൊ നിങ്ങൾ അടിച്ചെന്തിനാ കൊണച്ചിട്ടാണോ മാര് ഞങ്ങള് ജെയ്ഡിന്റെ ഫ്രണ്ടില് EMSനെ കൊണ്ട് അവന്മാരുടെ ഒരാളെ പൊക്കിക്കുക ഹോസ്റ്റേജ് ആക്കാൻ സപ്പോർട്ട് വേണേ അവന്മാര് ചിലപ്പോ മണത്തിറങ്ങി വരും ഞാനെന്താടാ യൂണിഫോം ഡ്രസ്സിലാ ഇല്ല അമര് വരത്തില്ല അമര് ഗ്യാങ്ങോട്ടേക്ക് വിളിച്ചിരിക്കും കത്തിച്ചടാ ഇവന് റീസ്പോൺ ആക്കുന്നില്ല റീസോൺ ആക്കുന്നില്ല വെയിറ്റ് അവനെ ആക്കിട്ട് ഒരാളെ മണ്ട കയറണം ഒരാളെ മണ്ട ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ വെള്ളത്തിന്റെ അടിയിൽ പോയിടാ നമ്മള് പഠിച്ചില്ലേ ഡ്രസ് പാക്ക് വീണ്ടും മാറിയില്ലേ ഞാൻ ഓൾറെഡി ഒരു സേവ് ചെയ്തായിരുന്നു രാജു 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 ഇതാരാ ഇതിൽ അവനല്ലേ സ്പീഡോ ഇടയിൽ കിടക്കുന്ന സ്പീഡോ അല്ലടാ ജാസിയാണോ ഇവനെ കത്തിച്ചടാ ഇവനെ കത്തിക്കാൻ റോട്ടിൽ കിടന്ന് കത്തിച്ചോ കത്തിക്കാൻ വരുന്നു രാജു 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 ഇതിപ്പോ ഈ ഇവനെ രാജു ഇതിന് പരോളിന് ഇറക്കി വിടേണ്ടി വരുവാടാ കാരണം അവിടെ ഫ്രീ വാർ എന്തോ വേറെ നടക്കുമല്ലായിരുന്ന അത് ഇത് പ്രശ്നമാണ് അവര് അമ്മങ്ങസ് കളിക്കാൻ പോയിട്ടുണ്ട് ഹലോ രാജു 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 കൊണ്ട് ഹോസ്റ്റലിനെ കൊണ്ട് പറഞ്ഞു വായോ വായോ രാജു പറയടാ സുഖല്ലടാ നിന്നെ ഈ ഒരു മൂഞ്ച അവസ്ഥയിൽ കാണുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു മൂഞ്ച അവസ്ഥ വരും പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ഒരു മൂഞ്ച അവസ്ഥ കാണുന്നത് എനിക്കൊരു ഈ മൂഞ്ച അവസ്ഥ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നല്ലേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാറിയാടാ ഇവിടെ സൈഡിൽ നിന്ന് മാറിയാടാ ഇവിടുന്ന് മാറുന്നില്ലടാ എന്നാലും അവർക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും മാറി റേഡിയോ സൈഡിലേക്ക് സംസാരിക്കട്ടെ അവനെ കൊണ്ടൊന്ന് ലെഫ്റ്റോട്ട് പോകണം ഞാൻ ഈ വണ്ടി അണ്ണു ഇല്ലില്ല അണ്ണൂടെ ഇതിലുള്ളതല്ലേ ഇതിലുള്ളല്ലേ ഈ മറ്റേ ലാസ്റ്റ് സിറ്റുവേഷനെ പറ്റി ഒന്ന് സംസാരിക്കാതിരുന്നാ മതിയേ സംസാരിക്കാം കണ്ടോണ്ടിരുന്ന ഇവിടെ കസേര ഉണ്ട് കസേര ഇട്ടിരുന്നു നീ സ്വന്തമായിട്ട് ഇട്ട പേരാണോടാ രാജു ഭായ് പേരിന്റെ കൂടെ തന്നെ പിന്നെ ഞാൻ തന്നെ അല്ലാതെ നിന്നെ ആര് വിളിക്കാനാടാ രാജു അത് മതി സന്ധ്യന അത് മതി രാജുഭായാണോ ഇത് അതെ ഞാൻ തന്നെ എന്ത് ചെയ്യാനാടാ രാജു നിന്റെ ഈ അവസരം കണ്ടില്ല അതീതമായിട്ട് ഇരിക്കുന്ന വിഷമമുണ്ട് എനിക്ക്
നീ ഇത് എക്സ്പെക്ട് ചെയ്തോടാ? ഞാൻ ഉറപ്പായിട്ട് ചെയ്തില്ലേ? കഴിച്ചായിരുന്നല്ലോ. കഴിച്ചു. നമ്മളിപ്പോ ഒരു പരിപാടിയിലായിരുന്നു, കുഴപ്പമില്ല. എന്ത് പരിപാടിയാടാ? നാട്ടുകാരെല്ലാം വിശാലമായിട്ട് വിളിക്കുന്ന വലിയ ഇവന്റ് വല്ലതും ആണോ? അല്ലല്ല, വാറാണല്ലേ? ഓക്കെ. അല്ല, നിങ്ങക്ക് വിശാല മനസ്കൃത കൂടുതലായിട്ട് നാട്ടുകാരെല്ലാം വിശാല മനസ്കൃതമായിട്ട് വിളിക്കുമല്ലോ. ചെറുതായിട്ട് പുതിയ ഗ്യാങ്സ് ഒക്കെ വന്നു കേട്ടു, ശരിയാണോ? ഓ, നീ വന്നല്ലേ? ഞാൻ വന്നില്ല. പഠിക്കാറില്ലല്ലോ. നീ വന്ന് ഞാൻ ഇതിനകത്ത് കേറിയിട്ടില്ല. ഞാൻ ഭയങ്കര വലിപ്പം നടന്ന് ഞാൻ യോജിക്കുന്നു. ഇടയ്ക്ക് വന്നിട്ടുണ്ടല്ലോ ഒരുത്തൻ. അല്ല, അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഒന്നും ഇല്ല. ഞാൻ എന്താ പറയാനാ, അത് നടന്ന് ഞാനും അത് യോജിക്കുന്നു. ഞാനും നടന്ന് മതിയായിരിക്കുക. മൊത്തം ഒന്ന് കാണാൻ പറ്റിയില്ല. അതിന്റെ ഇടയ്ക്ക് ഏതൊരു വാപ്പിളി വന്ന് എന്തോ പറഞ്ഞാണെങ്കിൽ പോകുന്നു. അത് കുഴപ്പമില്ല, അടുത്തൊരു ദിവസം ഇറങ്ങും. നമുക്ക് ഒരു മനുഷ്യൻ ഒരു വട്ടമല്ലടാ രാജു പട്ടിത്തീട്ടത്തിൽ ചവിട്ടത്തുള്ളു. വീണ്ടും അറിഞ്ഞോണ്ട് ചവിട്ടോടാ. രാജു തിരിച്ചു വരൂലെന്ന് പറഞ്ഞ തിരിച്ചു വരൂലെന്ന് പറഞ്ഞത്. ഗ്യാങ്സ് വരൂലെന്ന് പറഞ്ഞാല് ഇന്നിപ്പോ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ പറഞ്ഞത്. അതാ ഞാൻ മറുപടിയാ പറയുന്നത്. മോനെ, നീ പയ്യെ സംസാരിച്ചാ മതി. നിന്റെ കൊണച്ച സംസാരം ഇവിടെ വേണ്ട. ആ പയ്യ അടങ്ങി. ഹലോ ഹലോ. പറഞ്ഞോ. ഇത് നമ്പറാ? ഞാൻ നിങ്ങളുടെ ഒരു വർഷം മുന്നേ മരിച്ച കാമുകയാണേ. തോന്നിയ ദിവസം പറഞ്ഞില്ല. ഞാൻ എമർജൻസി സിറ്റുവേഷൻ വിളിക്കാവേ, ഒരു 5 മിനിറ്റ്. ഗ്യാങ് ഹൗസ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് വരണം. രാജു ഞാൻ ഒരു കാര്യം ഞാൻ വരണ്ടേ? നീ ഒരു വട്ടമല്ലേ പട്ടിത്തീട്ടത്തിൽ ചവിട്ടത്തുള്ളൂ അറിയാതെ. അറിഞ്ഞോണ്ട് നീ വീണ്ടും പോയി ചവിട്ടും അതില്. അത് തന്നെ നമ്മളിനി ചെയ്യുന്നുള്ളു, മനസ്സിലായോ? അത് തന്നെ നമ്മളിനി ചെയ്യുന്നുള്ളു. അമ്പിക്കുട്ട എവിടെ പോയടാ? നിന്റെ അമ്പിക്കുട്ട വണ്ടിക്കകത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കി. നിന്റെ അമ്പിക്കുട്ട അമ്പിക്കുട്ട ഊരാൻ നോക്കിയതാ. ആദ്യം വണ്ടി കൊണ്ട് രക്ഷപ്പെടാൻ നോക്കി, അവസാനം അടി കൊണ്ട് അവിടെ പുഴുത്തതോ. അപ്പൊ അവിടെ പുള്ളിക്കാരൻ പോയി. രാജു വിളിച്ചാൽ മതി. ഭായി അവർ സ്വന്തമായിട്ട് കണ്ടിന്യൂ അല്ലെ കണ്ടിന്യൂ. ഒറ്റ മനുഷ്യരെ കൊണ അടിക്കല്ലേ? എന്താണ് കേട്ടില്ല. ഹലോ, ഇപ്പൊ കറന്റ്ലി ഹോൾഡിലാണ്. ഹോസ്റ്റേജ് ആവണ്ട, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യും. ബാക്കിയുള്ള ടൈം കണ്ടിന്യൂ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? ഹോൾഡ് ആണ് ഇപ്പൊ കറന്റ്. നിങ്ങളുടെ സിറ്റുവേഷൻ കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എന്ത് ബിയോടാ? കാണിച്ചോടേ. എന്റെയിലും കിടപ്പുണ്ട്, പിന്നെ ആരുടെയിലൊക്കെയാണ് കിടപ്പുള്ളത്? എന്റെയിലും അണ്ണുവിന്റെയിലും അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ POV ഉണ്ട്. ബട്ട് അത് സംസാരിച്ചതിന്റെ അവിടെ POV ജുഗുറിന്റെ ആണ്. ജുഗുറിന്റെയും ബാക്കി കാണിച്ചോടേ. എന്റെയും കിടപ്പുണ്ട്. നിങ്ങൾ അത്രയും പേര് പോ. ഇല്ല എടാ, എന്റെ ആരെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം. ഉമ്മറയിലല്ലേ മെയിൻ POV ഉള്ളത്. സത്യം പറഞ്ഞ അവന്മാര് ഫൈറ്റ് ആയി കഴിഞ്ഞാലേ ഇവിടുന്ന് അടുത്തടിയാവുന്നത്. അവന്മാരല്ലേ ഫൈറ്റ് ഇൻസ്റ്റലേറ്ററല്ലേ പിന്നല്ലേ ഇക്രുമോനെ കൊല്ലും നമ്മള്. ഇവരെ ഓക്കെ.